നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിന്റെ ചുരുളഴിയുകയാണ്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തി. മൃതദേഹം പല കഷ്ണങ്ങളായി വിവിധയിടങ്ങളിൽ മറവ് ചെയ്തു. ജൈനമ്മ തിരോധാന കേസിന്റെ ചോദ്യം ചെയ്യലിടെയാണ് ബിന്ദുവിനെ കൊന്നുവെന്ന് പ്രതി കുറ്റസമ്മതം നടത്തിയത്. കുറ്റസമ്മത മൊഴി ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കി. സെബാസ്റ്റ്യനുമായി ക്രൈംബ്രാഞ്ച് വേളാങ്കണ്ണിയിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തും. കേരളത്തിന് പുറത്താണ് ഈ കൊലപാതകം നടന്നതെന്നാണ് സൂചന. റിമാൻഡ് റിപ്പോർട്ട് ന്യൂസ് 18 ലഭിച്ചു. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത്. പിന്നീട് 2017, അതായത് 9 വർഷത്തിന് ശേഷമാണ് ബിന്ദുവിൻ്റെ സഹോദരൻ പ്രവീൺ ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിക്കുന്നത്, പോലീസിന് പരാതി നൽകുന്നത്. പക്ഷേ അതിനുശേഷം വീണ്ടും 8 വർഷം നീണ്ട കാത്തിരിപ്പ്. ഒടുവിൽ സത്യം തെളിയുന്നു. സീരിയൽ കില്ലർ സെബാസ്റ്റ്യനാണ് കൊലപാതകം നടത്തിയെന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഇവിടെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തിനാണ് സെബാസ്റ്റ്യൻ ബിന്ദുവിനെ കൊലപ്പെടുത്തിയത്? എവിടെ വെച്ചാണ് കൊലപ്പെടുത്തിയത്? കൊലപാതകത്തിന് ശേഷം മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തത്? ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? പ്രതി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ശരണ്യ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇപ്പോൾ 7 ദിവസത്തെ കസ്റ്റഡി കഴിഞ്ഞ ദിവസം കോടതി അനുവദിച്ചിരുന്നു, ക്രൈംബ്രാഞ്ചിന് കസ്റ്റഡി അനുവദിച്ചിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായും പ്രതിയുമായിട്ടുള്ള തെളിവെടുപ്പായിരിക്കും നടത്തുക. സംസ്ഥാനത്തിന് പുറത്താണ്, അതായത് വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മൃതദേഹം മറവ് ചെയ്തുവെന്ന സൂചനയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ദിവസങ്ങളിൽ പ്രതിയുമായി ക്രൈംബ്രാഞ്ച് വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ്. അവിടെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച്, ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. കാരണം 19 വർഷം മുൻപാണ് ഈ സംഭവം നടന്നത്, ഈ കൊലപാതകം നടന്നത്, മൃതദേഹം മറവ് ചെയ്തത്. സ്വാഭാവികമായും ഇത് എവിടെയാണ് മറവ് ചെയ്തതെന്ന് പ്രതി ഏതെങ്കിലും രീതിയിൽ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് കണ്ടെത്തുക ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളുണ്ട്. സ്വാഭാവികമായും അത്തരം വെല്ലുവിളികളൊക്കെ മറികടന്നുകൊണ്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കങ്ങൾ. ശരണ്യ, ഈ സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പക്ഷേ എവിടെ വെച്ചാണ് കൊലപാതകം നടത്തിയത്? ഈ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെയാണ് മറവ് ചെയ്തത്? ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ടോമ, ഈ ചേർത്തലയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ തിരോധാനത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൻ്റെയും കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ ടീം സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളെ, പ്രത്യേകിച്ച് ഐഷയും ബിന്ദു പത്മനാഭനും അടക്കമുള്ള സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. കൃത്യമായൊരു എവിഡൻസിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും അതിൻ്റെ ആദ്യ കടമ്പ എന്നോണമാണ് കോടതിയിൽ നൽകിയ, ചേർത്തല കോടതിയിൽ ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട്. ഈ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്നുള്ളത് ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഈ കുറ്റസമ്മത മൊഴി സെബാസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് എന്നുള്ള നിർണായകമായ വിവരം ക്രൈംബ്രാഞ്ച് CI ആയ ഹേമന്ത് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനായ ഹേമന്തിന് ഈ കേസ് അന്വേഷണത്തിൽ തനിക്ക് സെബാസ്റ്റ്യൻ ഈ ബിന്ദു പത്മനാഭനെ കൊല ചെയ്യപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ അക്കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിബുദ്ധിമാനായ ക്രിമിനലായിരുന്നു, സീരിയൽ കില്ലറായിരുന്നു സെബാസ്റ്റ്യൻ. ആ സെബാസ്റ്റ്യനെ ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക.
വളരെ പ്രധാനപ്പെട്ട ജൈനമ്മ തിരോധാന കേസ് മാത്രമല്ല, ആയിഷ തിരോധാനവും ഒപ്പം തന്നെ ബിന്ദു പത്മനാഭൻ തിരോധാനം അടക്കമുള്ള നേരിട്ട് ഇൻവോൾവ്മെന്റ് സെബാസ്റ്റ്യന് ഉണ്ട് എന്ന് കൃത്യമായി പോലീസിന് ഇപ്പോൾ തന്നെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കേസുകളിൽ സെബാസ്റ്റ്യന് പിടിവീഴും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. 6 ദിവസം വളരെ നിർണായകമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അവരെ പലയിടങ്ങളിലായി സെബാസ്റ്റ്യനെ എത്തിച്ച് തെളിവ് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്ത്രീകൾ പള്ളിപ്പുറത്തെ വീടും മറ്റു പലയിടങ്ങളും കേന്ദ്രീകരിച്ച് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ മാത്രമല്ല ചിലപ്പോൾ ഈ കേസിൽ ഉൾപ്പെടാൻ പോകുന്നത്. ചില ആളുകൾ കൂടി, പുറത്തുനിന്നുള്ള മറ്റു ചില ആളുകൾ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവരും പ്രതിപട്ടികയിലേക്ക്, ഈ സെബാസ്റ്റ്യന് സഹായം നൽകിയവരെന്ന നിലയിൽ പ്രതിപട്ടികയിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള സൂചനകളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ലാൻഡ് മാഫിയ, സംസ്ഥാന വ്യാപകമായുള്ള ഒരു ലാൻഡ് മാഫിയയുടെ ഇടപെടൽ വ്യക്തത വന്നിട്ടുണ്ടോ ശരണ്യ? കാരണം സെബാസ്റ്റ്യനും ഇയാളുടെ സുഹൃത്തും ചേർന്നാണ് കൊലപാതകം നടത്തിയെന്ന ചില സൂചനകൾ തുടക്കത്തിൽ പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ്? സെബാസ്റ്റ്യൻ തനിച്ചാണോ കൊലപാതകം നടത്തിയത്? അതിനുശേഷം ഈ മൃതദേഹം മറവ് ചെയ്യാൻ ആരുടെയെങ്കിലും സഹായം സെബാസ്റ്റ്യന് ലഭിച്ചിട്ടുണ്ടാകും. എന്താണ് സെബാസ്റ്റ്യൻ ഈ ചോദ്യം ചെയ്യലിൽ ക്രൈംബ്രാഞ്ചിനോട് വ്യക്തമാക്കിയത്? ടോമ, ഈ കേസിനകത്ത് ഇനിയും വളരെ നിർണായകമായ കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. അന്വേഷണം സംഘം അത് വളരെ അതീവ രഹസ്യമായി തന്നെ അവർ അത് സൂക്ഷിക്കുന്നു. പക്ഷേ അവർക്ക് കൃത്യമായ കോൺഫിഡൻസ് ഉണ്ട് ഈ കേസുകൾ തെളിയിക്കാൻ കഴിയുമെന്നുള്ളത്. സെബാസ്റ്റ്യനെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് അന്വേഷണ സംഘം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിന് ഈ വെപ്പൻസ്, അതായത് ഈ സ്ത്രീകളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ഒപ്പം തന്നെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഡിസ്പോസ് ചെയ്തതിൻ്റെ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് കണ്ടെത്താനാകും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും പള്ളിപ്പുറത്തെ വീടും അതല്ലാത്ത ഇടങ്ങളിലും ഈ സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടൽ, അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം വരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി നമുക്കറിയാം, ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ടാണ് പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഈ അസ്ഥികൾ കണ്ടെത്തുന്നത് കഴിഞ്ഞ ജൂലൈ 24-നാണ്. ആ ജൂലൈ 24 കൂടിയാണ് ബിന്ദു പത്മനാഭൻ അടക്കമുള്ള കടക്കരപ്പള്ളി സ്വദേശിനിയുടെ സംഭവങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. എന്നാൽ ബിന്ദു 2006 മുതൽ മിസ്സിംഗ് ആണ് എന്നുള്ളതും 2006 മുതൽ ജീവനോടെ ഇല്ല എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. ആ 2006 ശേഷം 2017 ഇതിന്റെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ നൽകുന്ന കേസ്, പരാതി എന്ന് പറയുന്നത് സ്വത്ത് തട്ടിയെടുത്തു എന്ന് മാത്രമല്ല, ഒരു ഭൂമാഫിയ ഇടപെടൽ നടത്തി സ്വത്ത് തട്ടിയെടുത്തു, തന്റെ സഹോദരിയെ കാണാനില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു നൽകുന്നത്. അതിന്മേൽ പിന്നീട് FIR വീഴുന്നതടക്കം, അതായത് ഈ 2017 വരുമ്പോൾ 2013 ബിന്ദുവിന്റെ ഭൂമി വിറ്റ്, ബിന്ദുവിന്റെ 3 ഏക്കറോളം വരുന്ന ഇടപ്പള്ളിയിലടക്കമുള്ള ഭൂമി വിറ്റ് സമ്പന്നനാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അയാൾ പുറമെ ഇതൊന്നും കാണിക്കില്ലെങ്കിലും അയാളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ അന്വേഷണ സംഘത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ, ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സെബാസ്റ്റ്യന് മേൽ FIR വീഴാൻ 60 ദിവസം വേണ്ടി വന്നു പട്ടണക്കാട് പോലീസിന് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് ചേർത്തല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ AG ലാലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നപ്പോൾ 6.5 മാസം വേണ്ടി വന്നു സെബാസ്റ്റ്യനെ പിടിക്കേണ്ടി. പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ നശിപ്പിച്ചിട്ടാണ് സെബാസ്റ്റ്യൻ വളരെ ട്രെയിൻഡ് ആയിട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലേക്ക് ഈ കേസിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഇത്രയും കാലം എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കാര്യക്ഷമമായ അന്വേഷണം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീകളുടെ തിരോധാനം എല്ലാം ഇവർ അൺഡിക്റ്റഡ് ആയി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ കേസുകൾ അൺഡിക്റ്റഡ് ആയി എഴുതിത്തള്ളുന്നതിനപ്പുറത്തേക്ക് മറ്റ് ഡെവലപ്മെന്റ്സ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ജൈനമ്മ കേസിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായി കോട്ടയത്തെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അന്വേഷണ സംഘം, അവരങ്ങനെ തന്നെ നമ്മൾ പറയണം, അവർ സെബാസ്റ്റ്യനെ കുടുക്കി എന്നുള്ളതാണ്. ആ കോട്ടയം ടീമിൻ്റെ ഒരു എഫേർട്ടും അതിനോട് അങ്ങനെ ഒരു പിടിവള്ളി കിട്ടിയപ്പോൾ, തുടക്കം മുതൽ ഒരു കേസിൽ പിടിവള്ളി കിട്ടിയപ്പോഴാണ് അതിനോട് പിടിച്ചു കയറാൻ ആലപ്പുഴ ടീമിനും ആയത്. ഇതൊരു സംയുക്ത അന്വേഷണമാണ്, ഒരിക്കലും ഒരു വ്യത്യസ്ത ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമല്ല, മറിച്ച് സംയുക്തമായൊരു ടീമാണ് കേരള പോലീസിന്റെ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കോട്ടയവും ആലപ്പുഴയും ഇപ്പോൾ ആലുവ കൂത്താട്ടുകുളത്തെ കേസുമായി ബന്ധപ്പെട്ട് ആലുവ ക്രൈംബ്രാഞ്ചും ഒക്കെയായി ചേർന്ന് ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ കൈമാറുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് എല്ലാവരും കണക്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഈ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം അറിയേണ്ടത് സെബാസ്റ്റ്യന് ഈ കൊലപാതകം നടത്താൻ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ? ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്ന കാര്യം അറിയണം. അതോടൊപ്പം മറ്റ് 3 കൊലക്കേസുകൾ,
സിന്ധു എന്ന ബിന്ദു, ഐഷ, ഇതോടൊപ്പം കോതമംഗലം സ്വദേശിനിയായ കുതർവണ സ്വദേശിനിയായ വീട്ടമ്മ, ഈ 3 സ്ത്രീകളുടെ കൊലപാതക കേസിലും സത്യം തെളിയേണ്ടതുണ്ട്, തിരോധാനത്തിൽ സത്യം തെളിയേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടോ? സെബാസ്റ്റ്യൻ എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടോ? ഇതിൽ ഏറ്റവും ഹോപ്പ്ഫുൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക ഐഷ തിരോധാന കേസിലും നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. നമുക്കറിയാം ഐഷ എന്ന സ്ത്രീയുടെ 2013 മെയ്യിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 2012 മെയ്യിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് പിന്നീട് അൺഡിക്റ്റഡ് എന്ന് ചേർത്തല പോലീസ് എഴുതി തള്ളിയ ഒരു കേസാണ്. ന്യൂസ് 18 വാർത്താ സംഘത്തിന് ഇതിനകത്ത് കൃത്യമായ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് നൽകാൻ കഴിഞ്ഞൊരു ഇൻവെസ്റ്റിഗേഷൻ കൂടിയായിരുന്നു അത് എന്നുള്ളതാണ്. അതായത് ഐഷ എന്ന സ്ത്രീയുടെ കൊലപാതകത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന് ആദ്യം പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മളാണ്. അതിനുശേഷം നമ്മൾ ആ ജാഗ്രതയോടുകൂടി തന്നെ ആ ഒരു സംഭവത്തെ പിന്തുടർന്നു. സെബാസ്റ്റ്യൻ എന്നത് അത്തരത്തിൽ ഒരു സാധാരണ 1-2 കുറ്റകൃത്യത്തിൽ ഒതുങ്ങുന്ന ഒരാളല്ല. അയാൾക്കൊരു സീരിയൽ കില്ലർ എന്നൊരു പരിവേഷത്തിലേക്ക് സെബാസ്റ്റ്യൻ എത്തുന്നത് നമ്മളുടെ ആ ഐഷയുടെ കേസ് പുറത്തു വരുന്നതോടു കൂടിയാണ്. അതായത് റോസമ്മ എന്ന വ്യക്തി, സെബാസ്റ്റ്യന്റെ മുൻ പെൺ സുഹൃത്തായ റോസമ്മ എന്ന വ്യക്തി നമ്മളോട് നടത്തിയ വെളിപ്പെടുത്തൽ, സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനായി പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് പോയ ഐഷയാണ് മരണപ്പെട്ടത്, കൊല ചെയ്യപ്പെട്ടു എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. ഇവർ 3 പേരും കോമൺ സുഹൃത്തുക്കളായിരുന്നു. ഇവർ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളത് ഇവരുടെ തന്നെ അയൽവാസിയായ എലിസബത്ത് ജേക്കബ് എന്ന മുൻ റിട്ടയർഡ് അധ്യാപികയും നമ്മളോട് സ്ഥിരീകരിച്ചു. അക്കാര്യങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നു. കൂടുതൽ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്ന ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളത് എലിസബത്ത് ജേക്കബിന്റെ വാക്കുകളിലൂടെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അവരെയും സ്ഥലം വാങ്ങി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുൻ റിട്ടയർഡ് അധ്യാപികയും സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമായി. ആ ഒരു നിർണായകമായ, അതായത് റോസമ്മ പറയുന്ന കാര്യങ്ങൾ പലതും വിരുദ്ധതയുണ്ട്, അതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടി. പിന്നാലെ അന്വേഷണ സംഘവും ക്രൈംബ്രാഞ്ചും സ്പെഷ്യൽ ബ്രാഞ്ചും റോസമ്മയെ ചോദ്യം ചെയ്തിരുന്നു. ആ കേസ് റീഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ കേസിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ ചേർത്തല സിയുടെ നേതൃത്വത്തിലുള്ള 9 അംഗ സംഘമാണ് ആ കേസ് അന്വേഷിക്കുന്നത്. സെബാസ്റ്റ്യന്റെ ഇൻവോൾവ്മെന്റ് കൃത്യമായി അവർ അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് ഐഷ പോയത് റോസമ്മയുടെ നിർദ്ദേശാനുസരണം കാണാതായ ദിവസം പള്ളിപ്പുറത്തെ വീട്ടിൽ ഐഷ എത്തിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് വരെ, കണ്ടെത്തലിലേക്ക് വരെ പോലീസ് എത്തി നിൽക്കുന്നു. ഈ കേസിനകത്ത് പ്രധാനമായും ഇപ്പോൾ ബിന്ദു പത്മനാഭൻ കേസിലാണ് അന്വേഷണ സംഘം സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഐഷ കേസിൽ നിർണായകമായ കണ്ടെത്തലുകൾ ഈ കസ്റ്റഡി കാലയളവിൽ ഉണ്ടാകും എന്നുള്ളതും നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴുള്ള ഓരോ സമയവും ഈ പുറമേ നിന്ന് നമുക്ക് നോക്കിയാൽ അവർ ഈ കാര്യത്തിനകത്ത് ഒന്നും കണ്ടെത്തലില്ല എന്ന് പറയുന്നതായി നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, അവർ വളരെ കാൽക്കുലേറ്റഡ് ആണ്. ഈ അടുത്ത ദിവസങ്ങൾ സെബാസ്റ്റ്യന് കിട്ടിയ സമയം മുതൽ തന്നെ പലയിടങ്ങളിലായി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുന്നു. അതീവ രഹസ്യമായി അത് വെക്കുന്നു. സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകും. വേളാങ്കണ്ണിയും കുടകും അടക്കമുള്ള ഇടങ്ങളിലേക്ക് പോകും. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കുടകിലെ വളമായി ബിന്ദു പത്മനാഭൻ മാറി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ണൂരിൽ നിന്നും ബിന്ദു പത്മനാഭനെ കാണാതായ സമയത്ത് ഇവിടെ എത്തിയ ആലപ്പുഴയിൽ ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ അറസ്റ്റിലായ സമയത്ത് സെബാസ്റ്റ്യനെ സഹായിക്കാനായി കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിയ സംഘം വെളിപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം ന്യൂസ് 18 നേരത്തെ പുറത്തുവിട്ടിരുന്നു. അത്തരത്തിൽ കുടകടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് തെളിവെടുപ്പിനായി അന്വേഷണ സംഘം പോകും എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും സെബാസ്റ്റ്യനെ സഹായിക്കാനായി ഇവിടെ എത്തിയത് ആരാണ് എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. 2 പതിറ്റാണ്ട് മുൻപ്, ഏകദേശം ഒരു 19 വർഷം മുൻപാണ് ബിന്ദു പത്മനാഭന്റെ കൊലപാതകം നടന്നതെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് തെളിവ് നശിപ്പിച്ച സ്ഥലങ്ങൾ, അതായത് മൃതദേഹം മറവ് ചെയ്ത സ്ഥലങ്ങൾ കണ്ടെത്തുക വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. പോലീസിന്, ഈ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? കാരണം ഇത് കൃത്യമായും എവിടെയാണ് മൃതദേഹം മറവ് ചെയ്തതെന്ന് സെബാസ്റ്റ്യൻ വ്യക്തമാക്കിയിട്ടുണ്ടോ? മൃതദേഹാവശിഷ്ടങ്ങൾ പലയിടങ്ങളിലായി ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ അത് വലിയൊരു നിഗൂഢത തുറക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുക. അന്വേഷണ സംഘം അതിന് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറം ലോകത്തേക്ക് എത്തും. വീണ്ടും എന്തായാലും കസ്റ്റഡി കാലാവധിക്ക് വേണ്ടി 30-ാം തീയതിയോടുകൂടി കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി ഇവിടെ ചേർത്തല കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് സെബാസ്റ്റ്യനെ. അതിനുള്ളിൽ
ഇയാൾ മൃതദേഹങ്ങൾ ഡിസ്പോസ് ചെയ്തതടക്കമുള്ള ക്രൂരമായ രീതിയിലാണ് അയാൾ പലതും ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് സൂചനകൾ ലഭിക്കുന്നു. അതിക്രൂരമായ രീതിയിൽ മൃതദേഹത്തെ നിന്ദിക്കുന്ന രീതിയിലാണ് അയാൾ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്ന് അടക്കമുള്ള വിവരങ്ങളുടെ സൂചനകൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഈ കേസിനകത്ത് ഇത്തരത്തിൽ ആ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങൾ പോലും നിഗൂഢതകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ ജൈനമ്മയുടേത് മാത്രമാണോ എന്നുള്ള ചോദ്യം ഉയർന്നിൽക്കുന്നു. അങ്ങനെ അല്ല എന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ മറ്റൊരിടത്താണ് ഇതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത്. പള്ളിപ്പുറത്തെ വീട് ഏറ്റവും ഒടുവിലായി അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പള്ളിപ്പുറത്തെ വീടല്ല പ്രധാന കേന്ദ്രം, അവിടെ ഒരു കേന്ദ്രമാണ്. പല കേന്ദ്രങ്ങൾ സെബാസ്റ്റിനുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ടോം, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതൊരു ലാൻഡ് മാഫിയയുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ന്യൂസ് 18 വരുന്ന ദിവസങ്ങളിൽ അക്കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. എന്തൊക്കെ ഭൂമി ഇടപാടുകൾ, ആരൊക്കെ സഹായങ്ങൾ, ഏതൊക്കെ സർക്കാർ സംവിധാനങ്ങൾ ഈ ഒരു മാഫിയയ്ക്കൊപ്പം നിന്നു എന്നതടക്കമുള്ള തെളിവുകൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളും നമ്മൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് കൊണ്ടുവരും. ഈ ബിന്ദു പത്മനാഭൻ അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ എല്ലാം തിരോധാനത്തിന് പിന്നിൽ ഭൂമാഫിയയുടെ കൂടി ഇടപെടൽ ഉണ്ട് എന്നുള്ളത് ന്യൂസ് 18 ഒരു പക്ഷേ നമ്മൾ ആ ജൂലൈ 24 മുതൽ ഈ ഒരു കേസിന്റെ പുറകെ തന്നെയാണ്. അത്തരത്തിൽ ഈ സ്ത്രീകൾ, നമുക്ക് ടോം അതിനകത്ത് കൃത്യമായി പറയേണ്ടത്, കാണാതാക്കപ്പെട്ട സ്ത്രീകൾ, നിരാലംബരായ സ്ത്രീകൾ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾ, അവരാണ് ഈ ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ളത്. അവരുടെ ശബ്ദമായി എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും. ലാൻഡ് മാഫിയ എന്നുള്ളത് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വന്നു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടും തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ടും സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലാണ് ഇപ്പോൾ ചുരുളഴിഞ്ഞിരിക്കുന്നത്. ബിന്ദുവിനെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണെന്ന് അയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ശരണി സൂചിപ്പിച്ചതുപോലെ വളരെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ സ്ത്രീകളെ ചൂഷണം ചെയ്ത് സൗഹൃദം സ്ഥാപിച്ച് അവരെ ക്രൂരമായി കൊലപ്പെടുത്തുക, അതിസമ്മർദ്ദമായി ഇതിൻ്റെ തെളിവുകൾ നശിപ്പിക്കുക, അങ്ങനെ അതീവ ബുദ്ധിമാനായ സീരിയൽ കില്ലർ സെബാസ്റ്റ്യന് ജൈനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് പിടിവീടുന്നത്. അതോടെയാണ് മറ്റ് തിരോധാന കേസുകളിലും മറ്റ് കൊലപാതക കേസുകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന കാര്യം വ്യക്തമാകുന്നത്. കൊല്ലത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ പിടിയിൽ. ശൂരനാട് സ്വദേശികളായ 4 പേരാണ് പോലീസിന്റെ പിടിയിലായത്. തൃശൂർ സ്വദേശി ആരോമലിനെ കഴിഞ്ഞ രാത്രിയാണ് ഈ സംഘം തട്ടിക്കൊണ്ടുപോയത്. വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണം. വധശ്രമത്തിനും തട്ടിക്കൊണ്ടുപോകലിനും പോലീസ് കേസെടുത്തു. സംഭവത്തിൽ 5 പേർ കൂടി പിടിയിലാകാനുണ്ട്. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ആളുകൾ നോക്കി നിൽക്കെ പരസ്യമായി യുവാവിനെ സംഘം ചേർന്ന് ആക്രമിക്കുന്നു, അതിനുശേഷം വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. ഒരാൾ പോലും അതിനെ തടയുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ അക്രമികൾ, യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘം സ്ഥിരം ക്രിമിനൽ കേസ് പ്രതികളാണോ, ഗുണ്ടാ സംഘങ്ങളാണോ? ടോം, കഴിഞ്ഞ ദിവസം രാത്രി ഒരു 9 മണിയോട് കൂടിയാണ് ഈ ഒരു നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ സംഭവം നടക്കുന്നത്. കൊല്ലത്ത് ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിലാണ്. ആശുപത്രിയിലേക്ക് വരികയായിരുന്നു ഈ തൃശൂർ സ്വദേശിയായ ആരോമൽ. ബൈക്കിലെത്തിയപ്പോഴാണ് ഒരു സംഘം കാറിൽ പിന്തുടരുകയും ആശുപത്രിക്ക് സമീപത്ത് വെച്ച് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് എത്തുന്നു. ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇവിടെ നിന്നും ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, ആരോമൽ എന്ന യുവാവിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഏകദേശം ഒരു 2 മണിയോട് കൂടി ഈ വാഹനം പിന്തുടർന്ന ഇരവിപുരം പോലീസ് ഈ പ്രതികളെ അടക്കം പിടികൂടി. ഇതിൽ 4 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ആരോമലിനെ ഇവരിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേർക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്കറിയാൻ കഴിയുന്നത് ഒരു സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു അക്രമത്തിന് പിന്നിൽ എന്നാണ്. ഈ ആരോമലും ഈ
അക്രമത്തിനിടയാക്കിയവരുമായിട്ട് ചില സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകളുണ്ടായിരുന്നു. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. വളരെ ഭീകരമാണ് ദൃശ്യങ്ങൾ. ആരോമലിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. നിലത്തിട്ട് ചവിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അസഭ്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന നാട്ടുകാരും അതുപോലെ തന്നെ ആശുപത്രിയിൽ വന്നവരുമാണ് ചിലരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൊടുത്തത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ വളരെ നിർണായകമായി വലിയ തെളിവാണ്. പോലീസിന് പെട്ടെന്ന് തന്നെ ഈ പ്രതികളെ പിടികൂടാനും പ്രതികളിലേക്ക് എത്താനും ഈ ദൃശ്യങ്ങൾ ഒരുപാട് കാരണമായിട്ടുണ്ട്. ടോം, യെസ് വിനീഷ്, എന്തായാലും ഈ പ്രതികളിലേക്ക് എത്താൻ ഈ ദൃശ്യങ്ങളാണ് സഹായമായത്. ഇത് ആരാണ് ഈ ദൃശ്യം പകർത്തിയത്? ഈ സംഘം തന്നെ മൊബൈൽ പകർത്തിയതാണോ അതോ കണ്ടു നിന്ന ആളുകൾ പകർത്തി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നോ? എന്താണ് കണ്ടത്? വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് പറയുന്നുണ്ട്. അതുതന്നെയാണ് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? തീർച്ചയായും ഇരവിപുരം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിലുള്ളൊരു അക്രമം നടന്നിരിക്കുന്നത്. നമുക്ക് അറിയാൻ കഴിയുന്നത് ഏകദേശം ഒരു 13 ലക്ഷം രൂപയോളം ഈ ആരോമൽ ഇവരിൽ നിന്നും വാങ്ങിയതായി പറയപ്പെടുന്നുണ്ട്. വാഹനം നൽകാം എന്ന ഒരു ഉടമ്പടിയിൽ മേലാണ്. പക്ഷേ ഈ ആരോമലിനെ പിന്നീട് ഇവർ വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ല. അതുപോലെ തന്നെ ആരോമലിനെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരോമൽ സ്റ്റേഷനിൽ എത്താഞ്ഞതിനെ തുടർന്നാണ് ഈ സംഘാംഗങ്ങൾ ആരോമലിനെ തിരക്കി ഇറങ്ങിയത്. ആരോമലിന്റെ ഭാര്യ ഈ ആശുപത്രിയിൽ, ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്നുള്ള ചികിത്സയിൽ കഴിയുകയായിരുന്നു. അപ്പോൾ ആരോമൽ ഇവിടെ എത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘാംഗങ്ങൾ കാറിൽ ഇവിടെ എത്തുന്നത്. ഉടൻ തന്നെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ ഈ സംഘാംഗങ്ങൾ ആരോമലിനെ പിടികൂടുകയും അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ആരോമലിന്റെ പേരിൽ ഈ ശൂരനാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. ശൂരനാട് സ്വദേശിയാണ് പരാതിയുമായിട്ട് മുന്നിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പോലീസിൽ പരാതി നൽകിയെങ്കിലും ആരോമൽ ഈ സ്റ്റേഷനിൽ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഇതൊരു വലിയൊരു അക്രമത്തിലേക്ക് നയിച്ചത്. ടോം, എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ കൂടി ഇനി പിടികൂടാനുണ്ട്. 4 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത്. വ്യക്തമാണ്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ 4 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. മറ്റ് സംഘങ്ങൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. തിരുവനന്തപുരം വഞ്ചൂരിൽ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിൽ അതിക്രമിച്ച് കയറിയതിന് CPM ഏരിയ സെക്രട്ടറി 1-ാം പ്രതിയാക്കിയ കേസ്. CPM പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു, അഡ്വക്കേറ്റ് അനന്തു സുരേഷ് എന്നിവരെയും കണ്ടാലറിയാവുന്ന 15 പേരെയും പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. സൗത്ത് പാർക്ക് ഗ്രൂപ്പിന്റെ പരാതിയിലാണ് വഞ്ചൂർ പോലീസിന്റെ നടപടി. ഞായറാഴ്ചയാണ് വഞ്ചൂർ പേട്ട റോഡിലെ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിൽ സംഘർഷമുണ്ടായത്. കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ഓഫീസ് CPM പ്രവർത്തകർ ആക്രമിച്ചതായും പരാതിയുണ്ട്. രാവിലെ കേൾക്കുന്നത് അവിടെ കുറച്ച് പേര് കടന്ന് കയറിയിരിക്കുന്നു, ഞങ്ങളുടെ സെക്യൂരിറ്റിയെ എടുത്ത് വെളിയിൽ കളഞ്ഞു, അയാളെ ഉപദ്രവിച്ച് വെളിയിലാക്കി, ഇവര് കയ്യേറി. ഇത് കേട്ടപാടെ നാച്ചുറലി ഞങ്ങളുടെ ആൾക്കാർ അവിടെ പോയി നോക്കി. നമുക്ക് കുറേ സെക്യൂരിറ്റി വിങ്സ് ഉണ്ട്, അവരൊക്കെ കൂടെ പോയി നോക്കിയപ്പോൾ അവിടുത്തെ അവസ്ഥ കുറച്ച് ഭീകരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അറിയിക്കേണ്ടടുത്ത് അറിയിച്ചു. പോലീസ് വന്നു. പക്ഷേ അവർ വന്ന് രാവിലെ ഇവരെ കുറച്ച് വന്നവരെയൊക്കെ ഒന്ന് പുറത്തേക്കാക്കാൻ കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ ഇവർ വീണ്ടും 150 പേര് അവിടെ കടന്നു കയറി ആ ബിൽഡിംഗ് മുഴുവനും അലങ്കോലമാക്കി. ഞങ്ങളുടെ ഫയൽ ക്യാബിനറ്റ്സും എക്സൈസ് സ്ട്രോങ് റൂമും എല്ലാം കുത്തിപ്പൊട്ടിച്ച് ഫയലൊക്കെ എടുത്ത് ഇനിയിപ്പം ഞങ്ങൾക്ക് ചെന്ന് നോക്കുമ്പോഴേ അറിയാവുള്ളൂ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങളെന്ന്. ഇത് ഇത്രയും ഒരു നോവുന്ന ഒരു സംഭവം. ഞങ്ങൾ ഒരുപാട് എസ്റ്റാബ്ലിഷ്മെന്റ്സ് നടത്തുന്നവരാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ദുരനുഭവം ഇന്ന് വരെ വന്നിട്ടില്ല. എന്നാൽ ഗുണ്ടകളെ ഇറക്കിയതും സ്ഥലം കയ്യേറിയതും സൗത്ത് പാർക്ക് മാനേജ്മെന്റ് ആണെന്നാണ് CPM ആരോപണം. സൗത്ത് പാർക്ക് ഗ്രൂപ്പ് തമിഴ്നാട് സ്വദേശിയിൽ നിന്ന് പാട്ടത്തിനെടുത്ത സ്ഥലത്തായിരുന്നു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പ്രവർത്തിച്ചിരുന്നത്. ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇവിടെ എത്തിയതെന്നും അനധികൃതമായ സ്പിരിറ്റും കോടയും
സൂക്ഷിച്ചിരുന്നതായും CPM ആരോപിക്കുന്നു. ഫാമിലി എല്ലാവരും കൂടെ പവർ ഓഫ് അറ്റോർണി കൊടുത്തുന്നുണ്ടതും പവർ ഓഫ് അറ്റോർണിയുടെ അടിസ്ഥാനത്തിൽ അത് ഹൈക്കോടതിയെ സമീപിച്ചെന്നും ഹൈക്കോടതി അത് ശരിയാണെന്ന് അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റിൽ പോയി കളക്ടറേറ്റിൽ നിന്ന് റെക്കോർഡുകളെല്ലാം ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ ഒടുക്കിയിട്ടുണ്ട്. ഇവരുടെ പേരിൽ ഒടുക്കിയിട്ടുണ്ട്. ഒടുക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരുടേതാണല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് സ്പിരിറ്റ് അങ്ങനെയുള്ള തുടങ്ങിയുള്ള സാധനങ്ങൾ, കോട, ഈ ചാരായം പാറ്റാനുള്ള കോട തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതായി കാണുകയും അങ്ങനെ ഇവിടെ കുറച്ച് ആൾ കൂടുകയൊക്കെ ചെയ്ത അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും വന്ന് നോക്കിയതൊക്കെ. അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പുള്ളിക്ക് അറിയില്ല. കോടതി നിർദ്ദേശപ്രകാരം പോലീസിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ വിവാദ ഭൂമിയും കെട്ടിടവും. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, എന്തായാലും CPM സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നൊരു സംഭവം കൂടിയാണിത്. ഈ CPM ഏരിയ സെക്രട്ടറി പറയുന്നത് ഈ സ്ഥലം ഉടമയുടെ ആവശ്യപ്രകാരമാണ് തങ്ങളവിടെ എത്തിയതെന്നാണ്. അങ്ങനെ നിയമവിരുദ്ധമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, മറ്റ് സ്പിരിറ്റോ അദ്ദേഹം പറയുന്ന പോലെ സ്പിരിറ്റോ കോടയൊക്കെ ഉണ്ടെങ്കിൽ അത് CPM അല്ലല്ലോ ഇടപെടേണ്ടത്. ഇവിടെ പോലീസും സംവിധാനങ്ങളുമില്ലേ? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഇത് നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിലൊരു പരാതി, ഈ ഒരു തമിഴ്നാട് സ്വദേശിയുടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് CPM-ൽ നേരിട്ട് സംസ്ഥാന നേതൃത്വത്തിൽ പരാതിപ്പെടുകയും അത്തരത്തിലുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക നേതൃത്വം ഇതിൽ ഇടപെടുകയും അത്തരത്തിൽ ഈ ഒരു ഉടമയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുകയും തുടർന്ന് ആ സമയത്ത് ഈ ഭാഗത്ത് സ്പിരിറ്റും കോടയടക്കം കണ്ടെത്തുകയും അതിനെ തുടർന്നുണ്ടായ ഒരു സംഘർഷമാണെന്നാണ് CPM നൽകുന്നൊരു വിശദീകരണം. മാത്രമല്ല, ഈ ഒരു തമിഴ്നാട് സ്വദേശിയിൽ നിന്നും പാട്ടത്തിനെടുത്തൊരു സ്ഥലമാണ്. അത് പിന്നീട് ഇവർ തമ്മിലൊരു വസ്തു തർക്കം നിലനിൽക്കുന്നുണ്ട്. അത് കൊടുക്കണം എന്നുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ടെന്നൊക്കെയാണ് CPM പറയുന്ന ഒരു ഭാഗം. മാത്രമല്ല, ഈ ഇതേ കെട്ടിടത്തിൽ തന്നെ എക്സൈസിന്റെ ഒരു ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷേ ചിലപ്പോൾ ആ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വസ്തുക്കളായിരിക്കാം ഈ CPM പ്രവർത്തകർ കണ്ടതടക്കം. അത്തരത്തിലുള്ളൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ ഒരു വിശദീകരണം വന്നിട്ടില്ല. കാരണം പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയോ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അവിടെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു എക്സൈസ് ഓഫീസും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് CPM ഈ ഒരു സ്ഥലം ഉടമയുടെ, അതായത് യഥാർത്ഥ അവകാശി എന്ന് CPM അവകാശപ്പെടുന്ന ഒരു വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് എത്തുന്നതും തുടർന്ന് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിലവിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് ഇത്തരത്തിലൊരു പരാതി സ്വീകരിച്ച് ഇത്തരത്തിൽ പ്രാദേശിക നേതാവിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആരുടേതാണ് ശരിയായ വസ്തു, അത് പട്ടത്തിന് നൽകിയതാണോ, അത്തരത്തിലുള്ള രേഖകളും മറ്റും പോലീസിൽ സമർപ്പിച്ച ശേഷം മാത്രമേ ഇതിലൊരു കൃത്യത വരുള്ളൂ. മാത്രമല്ല, ഇതൊരു വസ്തുതർക്കം നിലനിൽക്കുന്നൊരു ഈ ഒരു വസ്തുവുമാണ്. അതിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലവുമല്ല. മഞ്ചൂരിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ്. ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ പല സാധനങ്ങളും അടിച്ചു തകർത്തു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് ഈ ഒരു കമ്പനി പോലീസിൽ നൽകിയ പരാതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു 17ഓളം പേരെ പ്രതി ചേർത്ത് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ CPM പ്രവർത്തകരാണ് ഇത് അടിച്ചു തകർത്തത് എന്നാണ് ഈ ഒരു കമ്പനി നൽകുന്ന വിശദീകരണം. ഇത് രാവിലെ ഇവിടെ സംഘം ചേർന്നെത്തിയ ഇത്തരത്തിലുള്ള പ്രവർത്തകരെ അവിടെ നിന്നും ഈ ഒരു കമ്പനി ഉടമകൾ, ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമകൾ വന്നപ്പോൾ തിരിച്ച് പറഞ്ഞു വിടുകയും അതിനുശേഷം പിന്നീട് രണ്ടാമത് ഇവർ വൈകുന്നേരം വീണ്ടും സംഘടിച്ചെത്തി അടിച്ചു തകർക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമകൾ നൽകുന്നൊരു വിശദീകരണം. പക്ഷേ CPM വിശദീകരണം അത്തരത്തിലല്ല. ഇത്തരത്തിൽ ഉടമയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ്. ഇതിൽ കൃത്യമായൊരു പോലീസ് അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ ഒരു വസ്തുതർക്കം നിലനിൽക്കുന്നൊരു ഒരു സ്ഥാപനവും ആ കെട്ടിടവുമാണെന്നാണ് നമുക്ക് ലഭിക്കുന്നൊരു വിവരം. ടോം, തീർച്ചയായും. പക്ഷേ മറുവശത്ത് CPM ഈ സ്ഥാപനത്തിനെതിരെ, കമ്പനിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർ പോലീസിൽ, CPM നേതൃത്വം ഈ കമ്പനി അധികൃതർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? സ്വാഭാവികമായും ഒരു വശത്ത് ഭരിക്കുന്ന പാർട്ടിയാണ്. ഇനി ആ കമ്പനി അധികൃതരെ സംബന്ധിച്ച്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അധികൃതരെ സംബന്ധിച്ച് ഈ CPM-നെതിരെയാണ് നിയമ പോരാട്ടം നടത്തേണ്ടത്. ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ മറ്റോ ഈ സ്ഥാപനത്തിനെതിരെ ഉണ്ടാകുന്നുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു ഭീഷണിയുടെ ഒരു രീതിയിലേക്ക് CPM കടന്നിട്ടില്ല. കാരണം ഇത്തരത്തിലൊരു പ്രാദേശിക നേതാവ്, അതായത് വളരെ പൗരപ്രമുഖനായിട്ടുള്ളൊരു നേതാവ് ഇതിൽ കേസിൽ പ്രതിയായതോടുകൂടി CPM കൂടുതൽ കരുതലോടെയാണ് ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നത്. നിലവിൽ CPM-ന്റെ ഭാഗത്തുനിന്ന് മറ്റേ വ്യക്തമായൊരു പ്രതികരണം ലഭിച്ചിട്ടില്ല. ഇതിൽ കേസ് നടപടികൾ മുന്നോട്ട് പോയി അതിനുശേഷം മാത്രമായിരിക്കും ഒരു പ്രതികരണം ഉണ്ടാവുക. മാത്രമല്ല, ഇതൊരു സിവിൽ കേസായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം പോലീസ്, അതായത് ഒരു വസ്തുതർക്കത്തിൽ പോലീസിന് എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്നുള്ളതൊക്കെ ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വസ്തുത വരണമെങ്കിൽ, ഇതൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ്
രജിസ്റ്റർ ചെയ്തെങ്കിലും ഇതിൽ നിലനിൽക്കുന്ന മറ്റ് സിവിൽ കേസുകളും മറ്റും എത്തരത്തിലാണ്, ഇതിൻ്റെ ഒരു പിന്നാമ്പുറം എങ്ങനെയാണ്, എത്ര വർഷത്തേക്കാണ് പാട്ടത്തിന് നൽകിയത്, അതിൻ്റെ കാലാവധി കഴിഞ്ഞോ, അത്തരത്തിലുള്ള ഈ ഒരു യഥാർത്ഥ ഉടമ, ഈ കരമടച്ചു എന്ന് പറയുന്ന ഉടമയുടെ അടക്കം പരാതി, അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിലെ രേഖകളടക്കം പോലീസിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു വ്യക്തമായൊരു ചിത്രം നിലവിൽ ഇനിയും നമുക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ രണ്ടുപേരും പറയുന്നത് വ്യക്തമായ കാര്യങ്ങളാണ്. അതായത് ഇതിൽ ഉടമയെ മുൻനിർത്തിക്കണം, ഉടമയോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മോട് CPM നേതാവ് പ്രതികരിച്ചതടക്കം. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ഉടമയാണ്, അദ്ദേഹം ഇത്തരത്തിൽ പാട്ടത്തിന് നൽകിയതാണെന്നടക്കം. പക്ഷേ ഈ ഒരു നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും, ഒരു മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായൊരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതികരണം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നിലവിൽ പോലീസ് കേസുമായി മുന്നോട്ട് പോവുകയാണ്. അതിനോട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് CPM നേതൃത്വത്തിൻ്റെ തീരുമാനമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യെസ്, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട്ലൈറ്റിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ. ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വാഹന തട്ടിപ്പിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നതാണ് EDയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി കൊച്ചിയിൽ പിടിച്ച ഫസ്റ്റ് ഓണർ വാഹനം മലയാളിയുടേതെന്നാണ് സംശയം. അസം സ്വദേശി മാഹിൻ അൻസാരി എന്നായിരുന്നു RC ബുക്കിലെ മേൽവിലാസം. എന്നാൽ എഞ്ചിൻ നമ്പർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വാഹനത്തിന്റെ മേൽവിലാസം മൂവാറ്റുപുഴക്കാരൻ്റെതാണെന്ന് കണ്ടെത്തി. ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി ചെക്ക് പോസ്റ്റുകളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, കസ്റ്റംസിൻ്റെ റെയ്ഡിന് പിന്നാലെയാണ് മറ്റ് കേന്ദ്ര ഏജൻസികൾ EDയും NIAയും GST വകുപ്പും ഈ വാഹന തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൽ EDയുടെ ഭാഗത്തുനിന്ന് ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു. ECR രജിസ്റ്റർ ചെയ്യാനൊരുങ്ങുന്നു. വ്യാപകമായിട്ടുള്ള കള്ളപ്പണ ഇടപാട് നടന്നതായി പറയുന്നുണ്ടല്ലോ. അത് എങ്ങനെയാണ് അതിൻ്റെ ഈ വാഹനം വാങ്ങിയതിൽ, വിൽപ്പന നടത്തിയതൊക്കെ വ്യാപകമായിട്ടുള്ള കള്ളപ്പണം ഇടപാട് നടന്നതാണോ കണ്ടെത്തൽ? ടോം, ഏതാണ്ട് ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് അന്വേഷണ സംഘം ചെല്ലുന്നത്. പ്രത്യേകിച്ച് GST വിഭാഗവും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എല്ലാം ഇതേ ഒരു നിലപാടിലേക്ക് തന്നെയാണ് പോകുന്നത്. വലിയ രീതിയിലുള്ള ഒരു കച്ചവടം ഈ രംഗത്ത് നടന്നിട്ടുണ്ട്. വലിയ രീതിയിൽ പഴയ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ അത് വിൽപ്പന നടത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നികുതി വെട്ടിപ്പും ഒപ്പം തന്നെ കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതുവരെയുള്ള അവരുടെ പരിശോധനയിലെല്ലാം തന്നെ വ്യക്തമാകുന്നത്. മുഴുവൻ ഇടപാടുകളും ആ രീതിയിലെന്ന് പറയുന്നില്ല, പക്ഷേ വളരെയധികം ഇടപാടുകൾ ഈ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. ഒപ്പം വലിയ വില കിട്ടുന്ന വാഹനങ്ങൾ അതിൻ്റെ വില കുറച്ചു കാണിച്ച് എല്ലാം തന്നെയാണ് കച്ചവടം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പണമെല്ലാം തന്നെയും ബനാമി ഇടപാടുകളും അതോടൊപ്പം തന്നെ കള്ളപ്പണവും എല്ലാം തന്നെ ഈ കച്ചവടത്തിന് കൂട്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ കാണുന്നത്. കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ കൂടുതൽ മുന്നോട്ട് പോക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഇതിൻ്റെ ഇടപാടുകൾ പരിശോധിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഓണർഷിപ്പുള്ള നിരവധി പേരുടെ വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സംശയമുള്ള സാഹചര്യത്തിൽ വന്നിരിക്കുന്ന ഈ വാഹനങ്ങളുടെ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഇവരോട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ, എങ്ങനെയാണ് നിങ്ങളിത് സ്വായത്തമാക്കിയത്, ഇതിൻ്റെ ഇടപാടുകൾ എങ്ങനെയായിരുന്നു, എത്ര രൂപയാണ് നിങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടുള്ളത്, ആ ഒരു ട്രാൻസാക്ഷൻ ഏത് രീതിയിലുള്ളതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു വിശദാംശങ്ങളാണ് ചോദിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും
മോട്ടോർ വാഹന വകുപ്പിൻ്റെ കയ്യിലില്ല എന്ന ഒരു വസ്തുതയും കൂടിയുമുണ്ട്. അപ്പോൾ ഇതിൽ സംശയിക്കുന്ന സാഹചര്യത്തിൽ പല രീതിയിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഈ അന്വേഷണ ഏജൻസികൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. അവർ ആ രീതിയിലേക്കുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഒരു വാഹനം, ഈ ഫസ്റ്റ് ഓണർഷിപ്പിൽ തന്നെ ഒരു വാഹനം ഇവിടെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ കണ്ടിരുന്നത് ഈ അരുണാചൽ രജിസ്ട്രേഷൻ സംബന്ധിയായ കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അസം സ്വദേശിയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഓണർഷിപ്പായിട്ട് RC ബുക്കിൽ കാണിച്ചിരുന്നത്. ഈ മൊഹിൻ അൻസാരി സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് അന്വേഷണത്തിൽ അത് സംഘത്തിന് ബോധ്യമായിരിക്കുന്നത് ഇങ്ങനെയൊരു മേൽവിലാസത്തിൽ ഇങ്ങനെയൊരാളില്ല എന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ആരാണ് എന്നതറിയാൻ പിന്നീട് ഇതിൻ്റെ എൻജിൻ നമ്പറും അടക്കമുള്ള ചേസ് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്ക് പോയിരുന്നു. അതിൽ വ്യക്തമായത് മൂവാറ്റുപുഴ സ്വദേശിയുടേതാണ് ഇത് കാറ് എന്നതാണ് മനസ്സിലായിരിക്കുന്നത്. ഇയാൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇവിടേക്ക് കൊണ്ടുവരികയും, അതായത് ഈ ഗ്യാരേജിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ നിറം മാറ്റാനാണ് പറഞ്ഞിരുന്നത്. ഇത് ഒരു സംശയത്തിനുള്ളൊരു ഇട കൂടി നൽകുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇയാൾ വളരെ തിടുക്കപ്പെട്ട ഈ വാഹനം നിറം മാറ്റാനടക്കം ഇവിടേക്ക് കൊണ്ടുവരുന്നത്, ഇതിൻ്റെ ഒരു ഓൾട്ടറേഷൻ വർക്കെല്ലാം തന്നെ ചെയ്യുകയും ചെയ്യുന്നത് എന്നൊരു സംശയത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇയാളോട് കസ്റ്റംസ് ഓഫീസിലേക്ക് ഹാജരാകാനുള്ളൊരു നിർദ്ദേശം ഉടൻ നൽകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ സംശയിക്കുന്നൊരു സാഹചര്യം ഇത് രണ്ടും ഒരാൾ അല്ല എന്ന് വ്യക്തമായിട്ട്. അപ്പോൾ എന്തിനാണ് ഈ അസം സ്വദേശിയുടെ മേൽവിലാസം ഇതിൽ നൽകിയിരിക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപാടുകൾ മറക്കുന്നതിന് വേണ്ടിയാണോ എന്നത് ചോദിച്ചറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ അന്വേഷണവും അതോടൊപ്പം തന്നെ പരിശോധനകളും തുടരുന്ന സമയത്ത് തന്നെയാണ് ഈ വാഹനം അതിന്റെ രൂപഭംഗി മാറ്റുന്നതിന് വേണ്ടിയെല്ലാം തന്നെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡ് പൂർത്തിയായിട്ടുണ്ടോ? ഇന്നലെ തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശില്പയുടെ ആഡംബര വാഹനവും പിടിച്ചെടുത്തിരുന്നു. ശില്പയ്ക്ക് ഇതേക്കുറിച്ച് അറിവില്ല, ഈ തട്ടിപ്പിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഇത് അറിയാതെ അവർ യഥാർത്ഥത്തിൽ പെട്ടുപോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം അമിത് ചക്കാലക്കൽ, ദുൽഖർ സൽമാൻ ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ. എന്താണ് കസ്റ്റംസിന്റെ മറ്റ് തുടർ നടപടികൾ? ഏറ്റവും 10 ദിവസത്തിനകം ഇതിൻ്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാനാണ് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമിത് ചക്കാലക്കൽ അടക്കമുള്ളവർക്കും ഇതേ രീതിയിൽ തന്നെ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് എല്ലാവർക്കും ഈ സ്വഭാവത്തിലുള്ള നോട്ടീസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ കസ്റ്റംസിൽ നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം അമിത് ചക്കാലക്കൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇതിന് തൊട്ട് മുൻപുള്ള 1 or 2 ആളുകളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. പക്ഷേ അതിന് മുൻപ് ഇത് ആരുടെ പക്കലാണ്, എങ്ങനെയാണ്, ഫസ്റ്റ് ഓണർഷിപ്പ് ആരാണ് എന്നതെല്ലാം തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് സാങ്കേതിക പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഇതിനെല്ലാം സഹായിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് സമാന പ്രതിസന്ധി മറ്റുള്ളവരും നേരിടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു വാഹനം പിടിച്ചെടുത്തത് പറഞ്ഞാൽ 92-ൽ പുറത്തിറങ്ങിയതാണ്. 2012-ലാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തത്. നേരത്തെ ഒരു അസം സ്വദേശിയുടെ വാഹനം പറഞ്ഞത്. ഈ രീതിയിലുള്ള കുരുക്കുകൾ എല്ലാവരുടെ കേസുകളിലും എല്ലാം തന്നെയുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല, ഇതിൻ്റെ നിയമപ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് കഴിയുകയില്ല. ഇപ്പോൾ കസ്റ്റംസ് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ രീതിയിൽ രൂപമാറ്റം വരുത്തുന്ന വണ്ടികൾ ഇത് സംസ്ഥാനം വിടാനുള്ള സാഹചര്യം, കാരണം ഇവിടെയാണ് കുറേ കൂടി വലിയ രീതിയിൽ പരിശോധന നടക്കുന്നത്. സംസ്ഥാനം വിടാനുള്ള സാഹചര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പരിശോധനകൾ നടത്താനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും പരിശോധനകളെല്ലാം മുന്നോട്ട് പോവുകയാണ്. വരുന്ന 10 ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് നോട്ടീസ് നൽകലും ചോദ്യം ചെയ്യലുമെല്ലാം ഇതോടനുബന്ധിച്ചുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടോം. ഡാനി, ഏകദേശം 1000-ഓളം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും ഈ രീതിയിൽ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. അതിൽ 200-ഓളം വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ കേരളത്തിൽ എത്തിച്ച എത്ര വാഹനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? യെസ്, ആ രീതിയിലുള്ള നീക്കങ്ങളാണ് കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്നും. വരും ദിവസങ്ങൾ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. ഈ മറ്റു
വാഹന ഉടമകളോട് 10 ദിവസത്തിനകം രേഖകൾ ഹാജരാക്കാനുള്ള നിർദ്ദേശം കസ്റ്റംസ് നൽകിയിട്ടുണ്ട്. അതിനിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIA-യും GST വകുപ്പും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നു. വ്യാപകമായ രീതിയിലുള്ള കള്ളപ്പണ ഇടപാട് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് കസ്റ്റംസിൻ്റെ കണ്ടെത്തൽ. ഇതോടൊപ്പം തന്നെ വ്യാജരേഖ ചമച്ചതിന് അതാത് സംസ്ഥാന പോലീസിനോട് ഇതേക്കുറിച്ച് പരിശോധിക്കാൻ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പോലീസുകാർ എന്ന വ്യാജേന ക്യാമ്പിൽ പിറന്നാൾ ആഘോഷം. കണ്ണൂർ സിറ്റി പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു പിറന്നാൾ ആഘോഷം. ആഘോഷം സംഘടിപ്പിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് നടപടി. വണ്ടി വിറ്റിട്ടെന്താ പ്രശ്നം? മഹേഷ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഞങ്ങൾക്ക് ആ നമ്പർ വാട്സപ്പ് ചെയ്താ. ഹലോ, എന്ന് നമ്മളെ ധന്യന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നാട്ടുകാർക്ക് ഒറ്റ പണിയെടുക്കുന്നത് ധന്യക്ക് നമ്മൾ പണി കൊടുക്കുന്നുണ്ട്. എന്താണ് പണി ഈ വീഡിയോന്റെ ബാക്കിലേക്ക് വരും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കും. ഓക്കെ. ഹലോ, ഇത് ധന്യ